ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ഒക്ടോബർ മാസം 2025 നടന്ന ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ചുവടെ ഉള്ളത് ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൂന്നും ശരിയാണ്. ജവഹർലാൽ നെഹ്റുവിനെ കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ള ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 1ഉം 2ഉം ശരി. 1 എന്ന് വെച്ചാൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രവുമായി സമരത്തിനിറങ്ങാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. രണ്ടാമത്തേത്, ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങാൻ തീരുമാനമെടുത്തത്. അപ്പോൾ ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങാൻ തീരുമാനിച്ചത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രവുമായി സമരരംഗത്ത് ഇറങ്ങാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മാവോ സേതുവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതെല്ലാം പ്രസ്താവനകളാണ് ശരിയെന്ന് വെച്ചാൽ ആൻസർ 2, 3, 4 ശരിയാണ്. 2, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് മാവോ സേതു. ലോങ് മാർച്ചിൻ്റെ നേതാവായിരുന്നു. 1949 ഒക്ടോബർ 1 ജനകീയ ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ചെയർമാനായി സ്ഥാനമേറ്റു. അപ്പോൾ എന്തൊക്കെയാണ് ശരി? മാവോ സേതുങ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു. ലോങ് മാർച്ചിൻ്റെ നേതാവായിരുന്നു. 1949 ഒക്ടോബർ 1 ജനകീയ ചൈനീസ് റിപ്പബ്ലിക്കൻ ചെയർമാനായി സ്ഥാനമേറ്റു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി എന്ന് ചോദിച്ചാൽ 1ഉം 2ഉം 3ഉമാണ്. കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പനാട്ട് രാജയ്ക്ക് നൽകിയത് കലാപത്തിന് കാരണമായി. ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായം കലാപത്തിന് ലഭിച്ചു. വയനാട്ടിലെ കോൾക്കാരുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ പഴശ്ശിയുടെ താവളം കണ്ടെത്തി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പാകിസ്ഥാൻ വിഭജന കാലത്തെ ദുരിതങ്ങൾ വിവരിക്കുന്ന നിശബ്ദതയുടെ മറുവശം എന്ന കൃതി എഴുതിയതാര്? ഉർവശി ഭൂട്ടാലിയാണ്. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ല നേതൃത്വത്തിൽ നടന്ന ബഹിരാകാശ ദൗത്യത്തിന് പേരാണ് ആക്സിയം 4. ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുകൂടി ഒഴുകുന്ന സമുദ്രജല പ്രവാഹമാണ് ഹംബൾട്ട് പ്രവാഹം. ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറ് തീരത്തു നിന്നൊഴുകുന്ന ജലപ്രവാഹമാണ് ഹംബൾട്ട് പ്രവാഹം. ഏത് അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം കുറയ്ക്കുന്നതിന് ലക്ഷ്യം വയ്ക്കുന്നത്? മോൺട്രിയൽ പ്രോട്ടോക്കോൾ. ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റിലുള്ള ഡോക്കിംഗ് വിജയകരമായി നടത്തിയ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ബി ആണ്, സ്പേഡെക്സ്. താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. ആൻസർ എന്ന് പറയുന്നത് 1ഉം 2ഉം ശരി. 1, സഹാറ മരുഭൂമിയിലെ ഹാർമറ്റൻ കടുത്ത ചൂട് കുറയ്ക്കുന്നതിന് സഹായമാവുന്നു. 2, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലോ. സഹാറ മരുഭൂമിയിലെ ഹാർമറ്റൻ കടുത്ത ചൂട് കുറയ്ക്കുന്നതിന് സഹായമാകുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ചിൽക്ക തടാകം ഏത് നദീ ഡെൽറ്റകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാനദി ഗോദാവരി ഡെൽറ്റ. സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ. ഗുജറാത്തുണ്ട്, മഹാരാഷ്ട്രയുണ്ട്, മധ്യപ്രദേശ്, രാജസ്ഥാൻ. ചിൽക്ക തടാകം ഏത് നദീ ഡെൽറ്റകൾക്കിടയിലാണ് സ്ഥിതി? മഹാനദി ഗോദാവരി ഡെൽറ്റ. അടുത്ത ക്വസ്റ്റ്യൻ, നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ പേര് എന്ന് പറയുന്നത് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗർ യോജന. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗർ യോജന എന്തുമായി ബന്ധപ്പെട്ടതാണ്? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര കാലത്താണ് എന്ന് ചോദിച്ചാൽ 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത്. താഴെ പറയുന്നവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യമല്ലാത്തത് ഏതെന്ന് വെച്ചാൽ ഇതൊന്നും നീതി ആയോഗിൻ്റെ ലക്ഷ്യം അല്ലാതെ ഇവയൊന്നുമല്ല. അടുത്ത ക്വസ്റ്റ്യൻ, 12ാം പഞ്ചവത്സര പദ്ധതി
12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ സുസ്ഥിര വികസനമാണ് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ സ്വർണ്ണ നിക്ഷേപം ഏറ്റവും കൂടുതൽ കോള സ്വർണ്ണക്കനികൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക. അപ്പോൾ ഇന്ത്യയിൽ സ്വർണ്ണ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള കോള സ്വർണ്ണക്കനികൾ സ്ഥിതി ചെയ്യുന്നത് കർണാടക. ആഗോളവൽക്കരണം ഒരു നയമല്ല, ഒരു പ്രതിഭാസമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ അമർത്യ സെൻ ആണ്. ലേസസ് ഫെയർ എന്ന തിയറിയുടെ ഉപജ്ഞാതാവാണ് ആഡം സ്മിത്ത്. അപ്പോൾ ലേസസ് ഫെയർ എന്ന തിയറിയുടെ കർത്താവ് ആഡം സ്മിത്ത് ആണ്. ആഗോളവൽക്കരണം ഒരു നയമല്ല, ഒരു പ്രതിഭാസമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് അമർത്യ സെൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 1, 2, 3 ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം മുന്നോട്ട് വെച്ചത് M.N. റോയി ആണ്. ആദ്യ സമ്മേളനം നടന്ന 1946 ഡിസംബർ 9-നാണ്. ഭരണഘടന എഴുതി തയ്യാറാക്കി അംഗീകാരം ലഭിച്ചത് 1949 നവംബർ 26-നാണ്. അപ്പോൾ 1, 2, 3 ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം മുന്നോട്ട് വെച്ചത് M.N. റോയി. ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-ന്. ഭരണഘടന എഴുതി തയ്യാറാക്കി അംഗീകാരം ലഭിച്ചത് 1949 നവംബർ 26. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് ആമുഖം എന്ന് പറയുന്നത്. ഇന്ത്യ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന എന്ന് വെച്ചാൽ 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന, ബാക്കി 3 ശരിയാണ്. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നുമാണ്. ഭരണഘടനയുടെ 4 പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ പൗരത്വം ആർജിക്കാനുള്ള ഒരു മാർഗമാണ് ചിരകാലവാസം. അടുത്ത ക്വസ്റ്റ്യന് ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഹേബിയ കോർപ്പസ് എന്ന് പറയുന്നത് ശരീരം ഹാജരാക്കൂ എന്നാണ്. മാൻഡമസ് എന്ന് പറയുന്നത് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. കോ വാറൻഡോ എന്ന് പറയുന്നത് എന്തധികാരത്തെ, പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് റദ്ദാക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 44 ഉൾപ്പെട്ടിരിക്കുന്നത് ഭരണഘടന ഏത് തത്വത്തിലാണെന്ന് ചോദിച്ചാൽ നിർദ്ദേശക തത്വങ്ങളിലാണ് വകുപ്പ് 44 ഉൾപ്പെട്ടിരിക്കുന്നത്. ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചത്. 1 എന്ന് പറഞ്ഞാൽ B ആണ്. ജ്ഞാനേഷ് കുമാർ, അതായത് ഇന്ത്യൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ജ്ഞാനേഷ് കുമാർ. കേന്ദ്ര പ്രതിരോധ മന്ത്രിയാണ് രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് R. വെങ്കിട്ടരമണി. ലോക്സഭാ സ്പീക്കർ ഓം ബിർള. അപ്പോൾ ഇന്ത്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറാണ്. കേന്ദ്ര പ്രതിരോധ മന്ത്രി എന്ന് പറയുന്നത് രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് R. വെങ്കിട്ടരമണി. ലോക്സഭാ സ്പീക്കർ ഓം ബിർള. BNSSന്റെ പൂർണ്ണരൂപമാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ പ്രതിഭ പദ്ധതി ഏത് വിഭാഗത്തിൻ്റെ ക്ഷേമത്തിനായിട്ടുള്ളതാണ്? ട്രാൻസ്ജെൻഡേഴ്സ് വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പ്രതിഭ പദ്ധതി. കേരള സർക്കാരിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറായ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച 2018-ലാണ്. 2024 കണക്കനുസരിച്ച് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. കേരള കർഷക കടാശ്വാസ കമ്മീഷൻ വർഷം രൂപീകരിക്കുക. അതിൻ്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? അതായത് കേരള കർഷക കടാശ്വാസ കമ്മീഷൻ രൂപീകരിച്ചത് 2007-ലാണ്. അതിൻ്റെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരമാണ്. ഗാർഹിക പീഡന നിയമ ബില്ല് ഒപ്പുവെച്ച രാഷ്ട്രപതിയാണ് APJ അബ്ദുൽ കലാം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു ഡാഷ് സ്ഥാപനമാണ്. ആൻസർ എന്താണ്? നിയമാനുസൃത സ്ഥാപനമാണ്. അട്ടപ്പാടിയിലെ പട്ടികവർഗ്ഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാൻ കൃഷി വകുപ്പും പട്ടികവർഗ്ഗ വികസന വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതിയാണ് മില്ലറ്റ് വില്ലേജ് പദ്ധതി. മനുഷ്യന് രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ K.